ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ വിപണി അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 25,000 വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നു. നിഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള സംഭാവന ഇന്നലെ ചെയ്തത് IT സെക്ടർ ആയിരുന്നു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിൽ ചെറിയ ലാഭം മാത്രമേ കാണിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ 22-ന് GST നിരക്ക് കുറയ്ക്കുന്നതിനായി നിരവധി കമ്പനികൾ കാത്തിരിക്കുന്നതിന് ശേഷമാണ് പ്രവർത്തനം വർദ്ധിപ്പിച്ചത് എന്നതിനാൽ ഈ പാദത്തിന്റെ ഭൂരിഭാഗം ഉപഭോക്തൃ ചെലവ് കുറവായിരുന്നു. പെയിന്റുകളുടെയും ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളുടെയും വിൽപ്പനയെയും കനത്ത മഴ ബാധിച്ചു. എണ്ണ, വാതകം, ലോഹങ്ങൾ, സിമന്റ് തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം. പക്ഷേ കുറഞ്ഞ ലാഭ മാർജിനുകളും നിക്ഷേപങ്ങളിൽ നിന്നുള്ള പരിമിതമായ വരുമാനവും കാരണം ബാങ്കുകൾ ദുർബലമായ ഫലങ്ങൾ കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ അഭിപ്രായം നോക്കിയാൽ മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി ഏർണിംഗ്സ് ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2026-ൽ 1.1% കുറച്ചു. 2027 സാമ്പത്തിക വർഷത്തിൽ 1.7% കുറച്ചിരിക്കുന്നു. ഇനി JP മോർഗന്റെ അഭിപ്രായ പ്രകാരം US വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വരുമാന വളർച്ചയ്ക്ക് ആക്കം കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും രണ്ടാം പാദത്തെക്കുറിച്ച് പറയുന്നത് ഒന്നാം പാദത്തിനെ അപേക്ഷിച്ച് സമാനമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും Q2-ൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. ബീഹാറിൽ 2 ഘട്ടങ്ങളായി തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നുമാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ നവംബർ 14-നാണ്. മറ്റ് ചില വാർത്തകൾ നോക്കിയാൽ 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ MSME വായ്പകളുടെ മൊത്തത്തിലുള്ള നിഷ്ക്രിയ ആസ്തികൾ 3.9% ഉയരുമെന്ന് ക്രിസിൽ പറഞ്ഞു. ഏതായാലും അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തത് IEXുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്. വൈദ്യുതി വ്യാപാരത്തിൽ അളവ് രണ്ടാം പാദത്തിൽ 16.1% വർദ്ധിച്ച് 35,217 ദശലക്ഷം യൂണിറ്റിലെത്തി. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്തയുള്ളത് ONGCയുമായി ബന്ധപ്പെട്ടതാണ്. തീരദേശ എണ്ണവാതക വികസനത്തിനായി 8,110 കോടി രൂപ നിക്ഷേപം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US ഗവൺമെന്റ് അടച്ചുപൂട്ടൽ 6ാം ദിവസവും തുടർന്നെങ്കിലും AI ബന്ധപ്പെട്ട ഇടപാടുകൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തിയതിനാൽ തിങ്കളാഴ്ച S&P 500-ഉം നാസ്ഡാക്കും ഉയർന്നു. നല്ല നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ AMD 23.7% ഉയർന്നു. സെമി കണ്ടക്ടർ ഇൻഡെക്സ് 2.9% ഉയർന്നു. US സർക്കാരിന്റെ അടച്ചുപൂട്ടൽ തുടരുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈ അടച്ചുപൂട്ടൽ വൈകിക്കുന്നു. അതിനാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് എപ്പോൾ എത്രത്തോളം കുറയ്ക്കുമെന്നതിനെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കാകുലർ തന്നെയാണ്. ഇനി US-ൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടർ ആയിരുന്നു. നഷ്ടമുണ്ടാക്കിയത് റിയൽ എസ്റ്റേറ്റ് സെക്ടറുമായിരുന്നു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ഇൻഫോസിസും വിപ്രോയും നല്ല നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 2.83% ഉയർന്നു ഇൻഫോസിസ്. വിപ്രോ 1.53% ഉയർന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 1.69% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.5% നഷ്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി യൂറോപ്യൻ വിപണിയിൽ ഇന്നലെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടന്നതിനാൽ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ആ കാരണം പറയാം. ഫ്രാൻസ് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലുക്കറുണോവിന്റെ അപ്രതീക്ഷിത രാജിയിലാണ് വിപണികൾ സമ്മിശ്രമായി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.3% ഇടിഞ്ഞു. ഇനി സ്പോട്ട് ഗോൾഡ് വീണ്ടും കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ 1.8% ഉയർന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 88,560 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $124,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1.5% മുകളിൽ നേട്ടത്തിലാണുള്ളത്. ഇനി എണ്ണവിലയിലേക്ക്. നവംബറിൽ OPEC പ്ലസിന്റെ ആസൂത്രിത ഉൽപാദന വർധനവ് പ്രതീക്ഷിച്ചതും മിതമായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 1% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് 65.56 എന്ന നിലയിൽ 0.05% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI $61.76 പെർ ബാരൽ എന്ന നിലയിൽ 0.10% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ കീ ഹൈലൈറ്റ്സ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ 3 മാസത്തേക്ക് വെറും 1,299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരം ഇപ്പോഴുണ്ട്. ഇനി ബിഗിനേഴ്സിനായിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒക്ടോബർ ബാച്ച് നാളെയാണ് ആരംഭിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ ഈ പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ
ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നിങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് ഈ ക്ലാസ് കടന്നു പോകുന്നത്. മുൻപ് അറ്റൻഡ് ചെയ്ത ചില സ്റ്റുഡൻസിൻ്റെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ജിജു മാത്യു എന്ന സ്റ്റുഡൻറ്റിൻ്റെ അഭിപ്രായത്തിലേക്കാണ് ഇനി പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിജു മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത്. ബഹുമാനപ്പെട്ട ജയകൃഷ്ണ സാർ നടത്തുന്ന സ്റ്റഡി നെറ്റ് മലയാളം പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു. ട്രേഡിംഗ് എന്താണെന്നോ അതിൻ്റെ ബേസിക് എന്താണെന്നോ അറിയാതെ ഈ മേഖലയിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. സാറിൻ്റെ ക്ലാസ്സിന് ശേഷം എന്താണ് ഒരു കമ്പനി എന്നും ആ കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നുവെന്നും അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണെന്നും അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നും സാറിൻ്റെ ക്ലാസ്സിലൂടെ അതിവ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ സംശയങ്ങൾ അത് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തരാൻ സാറിൻ്റെ ആ ഒരു നർമ്മം കലർന്ന മറുപടികൾ നമ്മളെ സഹായിച്ചു. എല്ലാ സംശയങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി നൽകുവാനും അതുവഴി നമ്മുടെ ട്രേഡിങ്ങിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുവാനും സാറിൻ്റെ ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു എന്ന് വേണം എനിക്ക് പറയാൻ. മുന്നേ വെറുതെ ട്രേഡുകൾ കണ്ടും പൂട്ടിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരായ ഞങ്ങൾ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ ഒരു കമ്പനി എങ്ങോട്ട് പോകും, ഏത് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാറിൻ്റെ ഈ കോഴ്സിലൂടെ സാധിച്ചു. സാറിന് വളരെയധികം നന്ദിയുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ. ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഇതിന് മുന്നേ ആരും പറഞ്ഞു തന്നിട്ടില്ല. എല്ലാവരും വളരെയധികം ഫീസ് കാര്യങ്ങളൊക്കെ ഈടാക്കി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സാറ് ഒരു ലാഭം വെച്ച് നോക്കാതെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് തന്നു. സാറിന് 1000 വിജയാശംസകൾ നേരുന്നു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആർക്കെങ്കിലും ഒക്കെ സാധിച്ചാൽ അവർക്കത് വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു Q2 അപ്ഡേറ്റിലേക്കാണ്. ഗ്ലോബൽ ബിസിനസ്സിൽ 11.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബൽ ഡെപ്പോസിറ്റ്സിൽ 10.08% വർധനവും ഗ്ലോബൽ ഗ്രോസ് അഡ്വാൻസസിൽ 14% വർധനവും ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സിൽ 8.5% വർധനവും ബാങ്ക് ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തി. അടുത്ത മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന ഹെൽത്ത് സെക്ടറിലുള്ള ഒരു കമ്പനി റവന്യൂവിൽ 23% വർധനവ് രേഖപ്പെടുത്തി. കമ്പനി ഇപ്പോൾ ഡെപ്റ്റ് ഫ്രീ ആണ്. കൂടാതെ ക്യാഷ് സർപ്ലസ് 55 കോടി രൂപയാണുള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഓയിൽ ഇന്ത്യ, മഹാനഗർ ഗ്യാസ് എന്നീ കമ്പനികളാണ്. LNG ക്ലീൻ എനർജി പദ്ധതികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണാപത്രത്തിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചു. അടുത്തത് ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. മധ്യപ്രദേശിൽ 100 മെഗാവാട്ട് സോളാർ പവർ പദ്ധതി കമ്പനി നേടി. 25 വർഷത്തേക്കാണ് കരാർ. അടുത്ത് LTI മൈൻട്രി എന്ന കമ്പനിയാണ്. ആഗോള മീഡിയ വിനോദ കമ്പനിയുമായി 1 വർഷത്തെ ഒരു കരാർ LTI മൈൻട്രി ഒപ്പുവെച്ചു. അടുത്ത ബ്രിഗേഡ് എൻ്റർപ്രൈസസ് പശ്ചിമ ചെന്നൈയിൽ 1000 കോടി രൂപ വിലമതിക്കുന്ന ഒരു പ്രീമിയം ഭവന പദ്ധതിക്ക് കമ്പനിയുമായി ഒരു പങ്കാളിത്തം ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്ത കോൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. നിർണായക ധാതുക്കൾ പര്യവേഷണം ചെയ്യുന്നതിനായി കോൾ ഇന്ത്യ ഛത്തീസ്ഗഡ് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്ത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. ക്വാളിറ്റി കെയർ ഇന്ത്യയുമായി ലയിപ്പിക്കുന്നതിന് BSEയും NSEയും അംഗീകാരം നൽകി. അടുത്ത ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനി നിരഞ്ജൻ മുകുന്ദ് ബലാറോവിനെ 5 വർഷത്തേക്ക് പുതിയ CEO ആയി കമ്പനി നിയമിച്ചു. അടുത്ത നൈബ് എന്ന കമ്പനിയാണ്. ഒരു പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്ന് 20.57 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS കാര്യമായി തന്നെ അവരുടെ സെല്ലിംഗ് ഇന്നലെ കുറച്ച് ഒരു ദിവസം കൂടിയായിരുന്നു. വെറും 314 കോടി രൂപയ്ക്കാണ് അവർ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. എന്നാൽ DIS ആവട്ടെ 5036 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ കാര്യമായി തന്നെ ശ്രമിച്ചു. ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ജപ്പാൻ മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്നത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സനൈ തക്കാച്ചിയെ പുതിയ നേതാവായി അവിടെ ജപ്പാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് ഫോക്കസിൽ ഉണ്ടായിരുന്നു. 4% മുകളിൽ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് ഇന്നും നേട്ടത്തിൽ തന്നെയാണ്. 0.6% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.63% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 1.7% നേട്ടത്തിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 10 മുതൽ 15 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ് സമയം. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 25,000-ന് മുകളിലായി ക്ലോസ് ചെയ്തു. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. 25,078-ൽ 183 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു,
ഇന്നലെ ഫോം ആകുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതോടുകൂടി ഒരു 3 വൈറ്റ് സോൾജേഴ്സിന് സമാനമായ കാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിൽ ഇനി ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,150 തന്നെയാണ്. ഇന്നലത്തെ പോസിറ്റിവിറ്റിയോടുകൂടി നിഫ്റ്റി ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. കൂടാതെ നിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആവുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടാതെ RSI 55-ലാണുള്ളത്. ഒരു ബുള്ളിഷ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. പക്ഷേ MACD ഇപ്പോഴും ഒരു നെഗറ്റീവ് ക്രോസ് ഓവറിൽ തന്നെയാണുള്ളത്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,050 സ്ട്രൈക്കിൽ 2,845% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 17% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,000 സ്ട്രൈക്കിൽ 428% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 48% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,100 സ്ട്രൈക്കിൽ 1,009% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 58% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും പുട്ട് സെല്ലേഴ്സ് വളരെ ശക്തിയോടെ നിൽക്കുന്നുവെന്നുമാണ് കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഹൈ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. അതായത് 25,100 ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 56,105-ൽ 516 പോയിന്റ്സ് ഉയർന്നാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസിൽ വെക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. കാരണം ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫോമായി ഒരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത്. ഇനി അപ്സൈഡിൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,135 ഇന്നലത്തെ ക്യാൻഡിലിൽ ഒരു ഗ്യാപ്പ് കൂടി ഫിൽ ചെയ്യാനുണ്ട്. ഇനി ഒരുപക്ഷെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് ഒരു റിവേഴ്സൽ വന്നതിന് ശേഷമാണോ ഇനി ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുക എന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. RSI 60-ന് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 56,000-ഉമാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നാളെയാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.